ഇസ്തിഗാസ, അതിന് നിങ്ങൾ ആരാധന എന്ന് പേരിട്ടത് കൊണ്ട് ആരാധനയാവുകയില്ല മൗലവി സാഹിബേ. ശിർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ആരാധന അർപ്പിക്കുമ്പോഴാണ്. എപ്പോഴാണ് ആരാധനയാവുന്നത്? ഇത് നിങ്ങളുടെ പത്രമാണ് മൗലവി സാഹിബെ, വിചിന്തനം വാരിക. 2003 ജൂലൈ 4 ഇറങ്ങിയ വിചിന്തനം KNM ഗ്രൂപ്പിന്റേതാണ്. അതിൽ പറയുന്നു ഒരു കാര്യം, ഒരു അപേക്ഷ ആരാധനയാവൽ എപ്പോഴാണ്? ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്, ദൈവീകത, ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിന് അദൃശ്യ രീതിയിൽ നമുക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത് മൗലവി. ഇത് നിങ്ങളുടെ പത്രമാണ്, ഇത് ISM ഗ്രൂപ്പിന്റെ അല്ല, നിങ്ങളുടെ KNM ഗ്രൂപ്പിന്റെ പത്രമാണ് മൗലവി. നിഷേധിക്കാൻ കഴിയുമോ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്, അവിടെയാണ് പോയിന്റ്. ഞങ്ങൾ ദൈവീകത കൽപ്പിക്കുന്നില്ല, ദിവ്യത്വം ഞങ്ങൾ മുഹ്യിദ്ദീൻ ഷേഖിന് ചാർത്തുന്നില്ല. മുഹ്യിദ്ദീൻ ഷേഖ് ദൈവമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ബദരീങ്ങൾ ദൈവമാണെന്ന് പറയുന്നില്ല, അള്ളാഹുവിന്റെ റസൂല് ദൈവമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല മൗലവി സാഹിബേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ചു, സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് ആരാധനയല്ല, ശിർക്കല്ല. കാരണം എന്തുകൊണ്ട്? ആരാധനയാവണമെങ്കിൽ അത് ഇബാദത്താവണം. നിങ്ങൾ പറയുന്നതോ ദൈവീകത, ദിവ്യത്വം കൽപ്പിക്കുമ്പോഴേ ശിർക്കാവുകയുള്ളൂ. ഞങ്ങൾ ദൈവമാണ്, മുഹ്യിദ്ദീൻ ഷേഖ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ വാദപ്രഭാവം കൊണ്ട് വലിയ നേട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. ആരാധന ഇബാദത്താണ് ശിർക്ക് എന്നാ നിങ്ങൾ പറഞ്ഞത്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നതാണ് ശിർക്ക് എന്നാ നിങ്ങൾ പറഞ്ഞത്. ഇബാദത്ത് ആവണമെങ്കിലോ ദിവ്യത്വം കൽപ്പിക്കണം. ഞങ്ങൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിലോ റസൂലിലോ മറ്റൊരാളിലും ദിവ്യത്വം കൽപ്പിക്കുന്നില്ല. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ ഇവിടെ നിർവഹിച്ചിരുന്നത്. ഇൻ തദ്ഉഹും, നിങ്ങൾ ഓതിയല്ലോ ഈ ഇൻ തദ്ഉഹും എന്ന ആയത്ത്. സമാനമായ ഉദ്ഉനി യസ്തജിബ് ലക്കും തുടങ്ങിയ ആയത്തുകൾ എന്താണ് മുഫസ്സിറുകൾ പറഞ്ഞത്? കുല്ലുഹു ദുആ ഇബാദത്തിൻ, ഇബാദത്തായ ദുആഇനെ കുറിച്ചാണ് പറയുന്നത്. നെളുമുദ്ദുറർ ബഹുമാനപ്പെട്ട അല്ലാമ ബുർഹാനുദ്ദീനുൽ ബിഖാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, ദുആ ഇബാദത്തിൻ, ഇബാദത്തായ ദുആ അത് നിർവഹിക്കുന്നത് ശിർക്കാണ്, തർക്കമില്ല ഞങ്ങൾക്ക്. ഇബാദത്തായ ദുആ, മൗലവി സാഹിബ് ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇബാദത്താകുന്ന ദുആ നിർവഹിക്കുന്നില്ല. ഞങ്ങൾ നിർവഹിക്കുന്നത് എന്താണ്? മുഹ്യിദ്ദീൻ ഷേഖ് ബദരീങ്ങൾ അടിമയാണ്, റസൂലാണ്, റസൂലുള്ളാഹി റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലെന്ന് വളരെ വ്യക്തമായി. അതുകൊണ്ട് ഞാൻ ചോദിച്ച നേരത്തെ 4 ചോദ്യത്തിന് മറുപടിയില്ല, ഇപ്പോൾ ചോദിച്ച 2 ചോദ്യം ഇപ്പോഴും മറുപടിയില്ലാതെ അവശേഷിക്കുകയാണ്. ശിർക്കിന്റെ നിർവചനം ഖുർആനിൽ പഠിപ്പിച്ചിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഖുർആനിൽ ശിർക്ക് തെളിയിച്ചിട്ടുണ്ട് അല്ലാഹു തആല. നിർവചനം എങ്ങനെ പറയുക എന്നല്ല, ശിർക്ക് എന്താണെന്ന് വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് ആയത്ത് കൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ 7ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഒരാൾ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നും വലിയാണെന്നും മഹാത്മാവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് യാ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി അഗ്ഫിനി എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ അത് തൗഹീദാണോ? നിങ്ങൾ അതിന് മറുപടി പറയണം. ഞങ്ങളുടെ 7ാമത്തെ ചോദ്യമാണത്. ഈ കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി, ആ വ്യക്തി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ദൈവമാണെന്നോ അല്ലാഹുവിനോട് കൂടെയുള്ള ശരീക്കാണെന്നോ വിശ്വാസമില്ല. അടിമയാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്ന് സഹായാത്ര നടത്തുകയാണെങ്കിൽ അത് ശിർക്കാണോ അല്ലേ? നിങ്ങൾ ഈ കാര്യം തെളിയിക്കണം. ഖുർആൻ കൊണ്ട്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, മറ്റ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ ചോദിച്ച 4 ചോദ്യത്തിന് മറുപടിയില്ല. ഉച്ചയ്ക്ക് ശേഷം ചോദിച്ച 3ാമത്തെ ചോദ്യമാണിത്. ആദ്യം ചോദിച്ച 2 ചോദ്യത്തിനും മറുപടിയില്ല. 3ാമത്തെ ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ കുറെ ആയത്ത് നിങ്ങൾ ഓതിയല്ലോ, വിശ്വാസികളിലും മുഅ്മിനീകളിലും ശിർക്കുണ്ടാകുമെന്ന്. അതേ, നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല. ഇമാം എന്താ നാടകം കളിക്കാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ നാടകം കൊണ്ടൊന്നും ഇത് വിജയിക്കുകയില്ല. ആ ജാതി നാടകമൊക്കെ യാക്കോബിനെ പിടിച്ചെടുത്താൻ പറ്റും. എന്തെല്ലാം നാടകങ്ങളാണ്. ഏതായാലും മുസ്ലിയാര്
വിചിന്തനത്തില് ഉദ്ധരണി അംഗീകരിച്ചതിന് മുസ്ലിയാർക്ക് ആദ്യമായിട്ട് നന്ദി പറയാണ്. കാരണം ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് എന്നാണ്. ഞങ്ങൾ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, നിങ്ങൾ വിളിച്ചു തേടുന്നില്ലേ, അതന്നെ ദിവ്യത്വം കൽപ്പിക്കല്. വിളിച്ചാൽ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണ് നിങ്ങൾ തന്നെ ഇറക്കിയ മഹദത്തുമാല വ്യാഖ്യാനത്തിൽ പറയുന്നത് കണ്ടോ. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നവർ ഏതു നാട്ടിൽ നിന്ന് വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. അപ്പൊ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതുതന്നെയാണ് ദിവ്യത്വം കൽപ്പിക്കൽ. ആ ദിവ്യത്വം കൽപ്പിക്കൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദൃശ്യ രീതിയിൽ ഗുണദോഷങ്ങൾ വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നേർക്ക് നേരെയാണോ വൈദ്യശേഖരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മൊയ്യദ്ദീൻ ശൈഖിനെ ഇവിടെ ഇരുന്ന് വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അദൃശ്യമായ നിലക്ക് അഭൗതികമായ നിലക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത്. പിന്നെ ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഇലാഹിന് അർപ്പിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി ഇലാഹായി എന്നതാണ്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, മഅബൂദായ എല്ലാത്തിനുമുള്ള ഒരു പൊതുപേരാകുന്നു ഇലാഹ് എന്നത്. വഇലാഹുൻ ജഅലൂഹു ഇസ്മൻ ലികുല്ലി മഅബൂദിൻ ലഹും, അവരുടെ എല്ലാ മഅബൂദിനുമുള്ള ഇസ്മു ജിൻസാണത്. റാജി തന്നെ പറഞ്ഞിട്ടില്ലേ, അജ്മാ കുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാം അലാ അന്ന ഇബാദത ഗൈരില്ലാഹി കുഫ്റുൻ സവാഅൻ യതഖദു ഫീ ദാലിക്കൽ ഗൈരി ഇലാഹൻ ലിൽ ആലമീൻ അവ യതഖദു ഫീഹി അന്ന ഇബാദതഹു തുഖർരിബുഹും ഇലല്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കുന്നത് കുഫറാണ്. ആ വിവാദത്തെടുക്കുന്ന വ്യക്തിയെപ്പറ്റി ശക്തിയെപ്പറ്റി അത് ലോകത്തിന്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും അങ്ങനെയൊന്നും വിശ്വാസമല്ല. ഞങ്ങൾ അവർക്ക് വിവാദത്തെടുത്താൽ അവർ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്നാണ് വിശ്വസിച്ചാലും അത് കുഫറാകുന്നു എന്ന് റാജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കുഫർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആറാമത്തെ ചോദ്യം എന്നിട്ട് പിന്നെ ഏഴാമത്തെ ചോദ്യം എന്താ അറിയോ? അതിന് പേരൊന്ന് മാറ്റി, യാ ശൈഖ് റിഫായി അഗസ്നി എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? ആറാമത്തെ അതേ ചോദ്യം റസൂലാണെന്നും അടിമയാണെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് വിശ്വാസത്തോടു കൂടിയായാലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിച്ചാൽ അത് ശുദ്ധ ശിർക്കാണ്. ഞാനിവിടെ നേരത്തെ ഇമാം അഹ്മദിന്റെ വാചകം വായിച്ചിരുന്നു, മാത്രമല്ല ഈ ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത് ദീനിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, അന്നഹു ലാ യുസ്തആദു ഇല്ലാ ബിൽ ഖദീമി, അള്ളാഹുവിനോടല്ലാതെ സഹായാർത്ഥന നടത്താൻ പാടില്ല എന്നത്. പിന്നെ നേരത്തെ ആയത്തോതിയപ്പോ പറഞ്ഞു അത് മുശ്രിക്കീങ്ങൾക്ക് ഓതേണ്ട ആയത്താണ്. ഇപ്പൊ മൂപ്പരത് വിട്ടു. മുശ്രിക്കീങ്ങൾക്ക് ഓതിയ ആയത്ത് മുസ്ലിങ്ങൾക്ക് ഓതാമെന്ന് പള്ളി ദർസിൽ ഓതുന്ന കിതാബിൽ തന്നെ ഞാൻ മുസ്ലിങ്ങൾക്ക് തെളിയിച്ചു കൊടുത്തു. ക്രിസ്ത്യാനികളുടെ പേരിൽ ഇറങ്ങിയ ആയത്ത് അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ശിർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് എന്ന് ഞാൻ തെളിയിച്ചപ്പോൾ മൂപ്പര് അതേതായാലും മൂപ്പര് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തുകൾ അത് എല്ലാ കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകൾക്ക് ശിർക്ക് ചെയ്യുന്നവർക്ക് ബാധകമായ വിഷയമാണ്. അതുകൊണ്ട് വിചിന്തനം ഞങ്ങളതല്ല, വിചിന്തനം ഞങ്ങൾ തന്നെയാണ്, അത് ആലോചിച്ച എഴുതി തന്നെയാണ്. ദിവ്യത്വം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അദൃശ്യ രീതിയിൽ ഗുണദോഷങ്ങൾ വരുത്തുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കമാണ്.